നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ? ഇൻഫ്ലുവൻസർ ആണെങ്കിൽ എപ്പോൾ മുതലാണ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റുകളെ നിരീക്ഷിച്ചു തുടങ്ങിയത്? അഡ്വർടൈസ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ടി വിയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്, FM അഡ്വർടൈസ്മെൻറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ, ഗൂഗിൾ ആഡ്സുകൾ, ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾ സ്ഥിരമായി വീക്ഷിക്കാറുണ്ടോ? വീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുവാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെപ്പോഴും നമ്മളുള്ള ഫീൽഡിൻ്റെ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് അറിയണം. അതായത് നമ്മളുടെ അതേ ഫീൽഡിലുള്ള മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ ഐഡിയാസ് എന്തൊക്കെയാണ്, ആ ഐഡിയാസിൽ നിന്നാണ് നമുക്ക് നമ്മുടേതായ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റുകൾ നിരീക്ഷിച്ചു തുടങ്ങുക. അത് എല്ലാ അഡ്വർടൈസ്മെൻറ്റുകളും നിരീക്ഷിക്കണം. പ്രാഥമികമായി ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്നൊരു നോട്ടീസ് മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള അഡ്വർടൈസ്മെൻറ്റ്, തിയേറ്ററിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ എവിടെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടേതായ ഒരു മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിങ് സ്റ്റൈൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ.